തിരുവനന്തപുരം പോത്തങ്കോട് വാവരമ്പലത്തിന് സമീപം, അതായത് നമ്മുടെ പോത്തങ്കോട് മംഗലപുരം റോഡിൽ നിന്ന് 50 മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. 50 മീറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണുന്നത് പോത്തങ്കോട് മംഗലപുരം മെയിൻ റോഡാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ബസ് പോകണുണ്ടോ, അത് നമ്മുടെ മെയിൻ റോഡാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോഴത്തേക്കും വാവരമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ച് മുന്നിലോട്ട് വരുമ്പോഴത്തേക്കും വേങ്ങോടൊക്കെ പോകുന്ന റോഡ് കയറാണ്ട് വീണ്ടും മുന്നിലോട്ട് വരുമ്പോൾ വലത്തോട്ട് കയറുക. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ടോട്ടലായിട്ട് 5 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല സ്റ്റൈലൻ വീടാണ് കേട്ടോ. നമുക്കിതിൻ്റെ മുറ്റം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മുൻവശം തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത് പോയിട്ട് ഇത് ഗേറ്റ് നമുക്ക് ഇതുവരേക്ക് നീക്കാൻ പറ്റും. ഇവിടെയും നമുക്കിനി വേണമെങ്കിൽ ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലമുണ്ട്. അതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം സ്പേഷ്യസ് എന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇതുപോലെ മെയിൻ റോഡ് അരികത്ത്, പക്ഷേ മെയിൻ റോഡിൽ നിന്നുള്ള പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. വില വന്നിട്ട് നല്ല പ്രൈസാണ്. അതായത് സെയിലാക്കാൻ വേണ്ടിയിട്ട് ഉടനെ സെയിൽ ഇടണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രൈസാണ്. മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ്. അതുപോലെ തന്നെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ നല്ല പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഞാൻ ബാത്റൂമിനകത്ത് കയറുമ്പോൾ അത് കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരും. ഇവിടെ ഒരു കോർണർ സോഫയൊക്കെ സെറ്റ് ചെയ്തുവാണെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് TV കാണാനുള്ള സൗകര്യം. സീലിംഗിലൊക്കെ നോക്കിയേ മിനിമലായിട്ടുള്ള ഡിസൈൻ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര കണ്ണടിച്ചു പോകുന്ന കളറൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്ത് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. കിച്ചൺ വരുന്നത് ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, മേളിലത്തെ സ്പേസും അടച്ചിട്ടെടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഫേബറിൻ്റെ ചിമ്മിനിയാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വർക്ക് ഏരിയ വരും. വർക്ക് ഏരിയയിലും ഈ കാണുന്ന പോലെ അടിയിലേക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളെ വീടിൻ്റെ ഒരു സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ തുണി നനയ്ക്കാനുള്ള കല്ലും സൗകര്യങ്ങളെല്ലാം ഇവിടെയാണ്. പിൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡായിട്ട് വരുന്നത്. നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസിൽ ഇവിടെ ഇങ്ങനെ തട്ടുകളായിട്ട് എന്തെങ്കിലും സാധനം വെക്കാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് ഇങ്ങനെ കവേർഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴത്തെ നിലയിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതുപോലെ 3 പാളിയിൽ ഒരു കബോർഡുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ റാക്ക് സെറാമിക്സ്, അതുപോലെ ജാഗ്വാർ തുടങ്ങിയ പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡൈവേർട്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജാഗ്വാർ ആണ്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള കമോഡാണ്, അത് ജാഗ്വാർ ആണ്. ഇത് വരുന്നത് റാക്ക് സെറാമിക്സ് ആണ്. അങ്ങനെ പ്രീമിയം ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആ ഭാഗത്തായിട്ട് നമുക്ക് 2ാമത്തെ ബെഡ്റൂം കാണാം. അതിനകത്തായാലും ഞാൻ ഈ പറഞ്ഞതുപോലെ സിമിലർ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇവിടെയും 3 പാളിയിലെ ഒരു കബോർഡ് പ്ലസ് ഡ്രസ്സിംഗ് ടേബിൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം തന്നെ ജാഗ്വാർ ആണ് കേട്ടോ. ഈ ഒരു വാഷ് ബേസിനടക്കം എല്ലാം ജാഗ്വാറിന്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്. നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഒരു ബെഡ്റൂം ഇരിപ്പുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ആണ്. അതേ രീതിയിൽ തന്നെ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. അത് പോയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ജാളി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമുക്കൊരു സ്റ്റഡി റൂമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗപ്പെടുത്താം. ഇവിടെ ഒരു ഫാൻ ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മേളത്തെ നിലയിലും അറ്റാച്ച്ഡ് സിമിലർ താഴെ കണ്ടതുപോലെ തന്നെ 2 ബെഡ്റൂം വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിൻവശത്തേക്ക് നമുക്ക് ഈ ഒരു ഓപ്പൺ ടെറസിനെ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ ഗ്രില്ലൊക്കെ ചെയ്ത് റൂഫ് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ എല്ലാം ഇവിടെ സേഫായിട്ട് വെക്കാം. ഈ ഭാഗം അടക്കം കവേർഡാണ്. അതുകൊണ്ട് തന്നെ വേറെ കാക്കയോ പ്രാവോ ഒന്നും അകത്തേക്ക് കയറി വരത്തുമില്ല. നമുക്ക് തുണിയെല്ലാം ഇവിടെ സുഖമായിട്ട് ഉണങ്ങാനിടാൻ സാധിക്കും. ഇവിടെ നമ്മുടെ മേളിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ പിൻവശം വരുന്നത്. മുൻവശത്തേക്കുള്ള ബാൽക്കണി സ്പേസ് അത്യാവശ്യം നല്ലൊരു സ്പേസ് ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമ്മുടെ മെയിൻ റോഡ് കാണാം. മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ചിങ്ങനെ ജസ്റ്റ് ഒരു 3-4 സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കയറി വരാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ എല്ലാം ഇനി പ്ലോട്ടുകളായിട്ട് കിടപ്പുണ്ട്. ഇതിലെല്ലാം വീടുകൾ ഇപ്പോൾ ഉടനെ തന്നെ ആവുന്നുണ്ടാകും കേട്ടോ. പലരും ഇപ്പം വീട് പണിയൊക്കെ സ്റ്റാർട്ട് ആവുന്ന രീതിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. നമ്മുടെ വാവരമ്പലം ജംഗ്ഷനൊക്കെ തൊട്ടടുത്ത് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ടെക്നോ പാർക്കിൻ്റെ ഫേസുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ മംഗലപുരം കയറാൻ സാധിക്കും. NH-ലേക്ക് കയറാൻ വളരെ അടുത്താണ്. എങ്ങനെ വെച്ചാൽ നല്ല വീതിയുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ നമുക്ക് എത്തുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് എത്തും കേട്ടോ. ആ രീതിയിലാണ് പ്രോപ്പർട്ടി. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. 72 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. നല്ലൊരു പ്രൈസ് അല്ലേ. നമുക്ക് ഇതുപോലൊരു വീട് 5 സെൻറ്റിൽ ഈ ഒരു ലൊക്കേഷനിലാണെങ്കിൽ സാധാരണഗതിയിൽ 80-ന് മേളിൽ കോട്ട് ചെയ്യും. ഇത് നമുക്ക് ചോദിച്ചിട്ടുള്ളത് 72 ലക്ഷം രൂപയാണ്. വിൽക്കാനുള്ള വിലയാണ്. നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.